വന്നോ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ കാര്യം. എന്തെങ്കിലും കഴിച്ചോ നിങ്ങൾ? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. കല്യാണം കഴിഞ്ഞതോടെ വേണു ആളാകെ മാറി. അച്ഛന്റെ പിറന്നാളാണെന്നുള്ള കാര്യം മറന്നു. അതെ, വേണോട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അന്വേഷിച്ചറിയണ്ടേ? ആരെങ്കിലും പറഞ്ഞുതരാതെ ഞാൻ എങ്ങനെ അറിയാ? അറിഞ്ഞിരുന്നു വെച്ചാല് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുവോ? സാരമില്ല. ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാം. 18-ാം തീയതി. തൽക്കാലം അങ്ങനെ സമാധാനിക്കുക. പോയ ബുദ്ധി ആന പിടിച്ചാ വരില്ലല്ലോ. പെണ്ണുങ്ങൾ പിടിച്ചിരിക്കുന്ന ബുദ്ധിയാണെങ്കിൽ പ്രത്യേകിച്ചും. കേറി വരണ പെണ്ണുങ്ങൾ നന്നാവണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ വലിഞ്ഞേറി വന്നൊന്നുമല്ല. അങ്ങനെ അവര് പറഞ്ഞില്ല. അങ്ങനെ തന്നെ അവര് പറഞ്ഞതിപ്പോ. ഇനി ഇത് വഴക്കാവണ്ട ഗോമതി, നമുക്ക് പോവാം. ഞാൻ എന്ത് പറഞ്ഞാലും വഴക്ക്. ഈ ഇടുപ്പി പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നീ എന്താടി എന്നെ വിളിച്ചത്? എപ്പോഴും വിളിക്കണ എന്നെ ഇടുപ്പി. നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇതിനോട് മിണ്ടായിരിക്കാൻ പറയാം. ആദ്യം കുറെ സംസ്കൃത ശ്ലോകർ വരും വൈകുന്നേരം ആവുമ്പോ. പരദൂഷണം പറയാൻ. മോളെ, വാക്ക് കുറച്ച് ഏറി പോകുന്നു. മോളത്രേ അച്ഛൻ അവരോട് തന്നെയാ. അവരെന്തെങ്കിലും പറഞ്ഞാലും നിനക്ക് സഹിച്ചൂടെ? മൂത്തോരല്ലേ അവര്. അവരുടെ അഹമ്മത്ത് ഞാൻ എന്തിനു സഹിക്കണം? നീ ഒന്നും മിണ്ടാതിരിക്കട്ടോ. ഈ ഇടുപ്പി പറയുന്നത് നിങ്ങളൊക്കെ കേട്ടോളൂ. എന്നെ കൊണ്ട് വയ്യ. കേട്ടില്ലേ അഹങ്കാരം പറയണത്? ആഹാ, ഞാൻ പറയുന്ന അഹങ്കാരം തോന്നിയാസം. ഇവറ്റിക്കൊക്കെ എന്തും പറയാം. എന്നോടുള്ള അസൂയ നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത്. ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ടുള്ള അസൂയ. അമ്മ, നീ അകത്തേക്ക് പോകുന്നുണ്ടോ? ഈ അസൂയ വെച്ചോണ്ട് നടന്നിട്ടാ നിങ്ങൾ ഒറ്റയ്ക്കായത്. നിങ്ങളുടെ ഭാര്യ വരെ